അപ്പം ഞാനവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഏഴിലം ടൂറിസം അവിടെ നിന്നാണ് ഇൻട്രോ തരുന്നത് കേട്ടോ. ഏഴോ ഇത് തളിപ്പറമ്പിനടുത്താണ്, കുപ്പംപുഴയുടെ ഭാഗമാണ്, പഴയങ്ങാടി കുപ്പംപുഴയുടെയൊക്കെ ഭാഗമാണിത്. അപ്പം ഈ പുഴയിൽ ഹൗസ് ബോട്ട് കാര്യങ്ങൾ, പെഡൽ ബോട്ട്, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. ചുമ്മാ ഒരു സൺഡേ ബൈക്ക് റൈഡായിട്ട് വന്നതാണ്. കുറേ നാളായി ബൈക്ക് റൈഡിൽ എവിടെയും പോയിട്ട്. പിന്നെ നമ്മുടെ വണ്ടിയാണ് 10,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഞാൻ എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലോങ് പലതും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതൊരു കുറച്ച് സമയം, ഒരു ഉച്ച വരെ എനിക്ക് ഫ്രീ ഉണ്ട്. അപ്പം ആ ടൈമിൽ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. അപ്പം ചെറിയ വീഡിയോ ആണ്, അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. എന്തായാലും നല്ല വെയിലാണ് പുറത്ത്. അപ്പം അങ്ങോട്ട് നടക്കാമെന്നൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് അടച്ചുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഒരു തവണ പോയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് വഴി പറഞ്ഞു തന്നെ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ആ ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞേക്കാം കേട്ടാ. നമുക്ക് കാര്യങ്ങളെല്ലാം ഇവിടുത്തെ പറഞ്ഞു തന്നാണ്. ഓക്കെ എന്നാൽ നന്ദി ചേട്ടാ. ഞാൻ തിരിച്ചു പോയേക്കാം, ഇവിടെ ഇനി ഒന്നും ഇല്ലല്ലോ. വേറെന്താ ഈ അടുത്ത ഭാഗത്ത് കാണാനല്ലേ? അതേ ഉള്ളൂ അല്ലേ? ഓക്കെ. അങ്ങനെ പുതിയൊരു റൈഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസമായിട്ടോ ഒരു റൈഡൊക്കെ പോയിട്ട്. അപ്പം അങ്ങനെ റൈഡൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. നല്ല ചൂടും വെയിലൊരു ദിവസമാണ്, സൺഡേ ആണ്. ഒന്നും നോക്കിയില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലേ നമുക്കിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ റൈഡൊക്കെ പോകുന്നത്. അപ്പം നമുക്കിപ്പോൾ സൗത്ത് ഇന്ത്യ റൈഡും അല്ലെ നോർത്ത് ഇന്ത്യ റൈഡും ഹിമാലയൻ റൈഡൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, പല സ്ഥലങ്ങളും പ്ലാൻ ചെയ്തിട്ട് അവസാനം എല്ലാം മാറി 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 തിരിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തോട്ടാണ് ഞാൻ ആദ്യം പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇരിട്ടിയിലായിരുന്നു. ഇരിട്ടി എടക്കാനം വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഇതെന്താ അറിയോ, നമ്മുടെ കീഴാറ്റൂരൊക്കെ പോകുന്ന ഒരു സ്ഥലമാണിത്. അവിടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ഒരുപാട് വിവാദമായിരുന്ന സ്ഥലമായിരുന്നത്. പണി എത്രത്തോളമായി നോക്കി അവിടെ അങ്ങ് ദൂരെ കണ്ടോ, പാലം കണ്ടോ? അവിടെയാണ് ഈ സ്ഥലം. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോവുക ചെയ്തത്. മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം കണ്ട സ്ഥലമാണ് നമ്മുടെ പട്ടുവത്തിനൊക്കെ അടുത്തുള്ള ഏഴോം ടൂറിസം. അങ്ങോട്ടാണ് ആദ്യത്തെ യാത്ര പോയത്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ മുതുകുട ബോട്ട് ജെട്ടിയുണ്ട്, അവിടെ ഒന്ന് കയറി കേട്ടോ. ഈ രണ്ട് സ്ഥലങ്ങളും ഞാൻ കണ്ടു. അപ്പം എൻ്റെ ഹണ്ടറിലാണ് യാത്ര. 10,000 കിലോമീറ്റർ ഓടി, അതിൻ്റെ ആഘോഷം ഒരു ചെറിയ നൈറ്റ് ഡ്രൈവിൽ കഴിഞ്ഞു. ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പം ഇനി നമ്മൾ കുറച്ച് പണിയും കൂടെ ഒക്കെ ഉണ്ട്, കുറച്ച് ദൂരങ്ങളിലൊക്കെ പോകാനുണ്ട്. അതിന് മുന്നേ കിട്ടുന്നൊരവസരം ക്യാമറ എടുത്തതുകൊണ്ട് അതിൻ്റെ ചെറിയ വിഷ്വൽസൊക്കെ ഞാൻ ഒപ്പിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കാണുക, സഹകരിക്കുക, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. ഓക്കെ. ഇതുണ്ട്, ഇതൊരു ഭംഗിയുള്ള സ്ഥലമല്ലേ ഇത്. നമുക്ക് ഈ ദൂരെ ക്യാമറയിലൊക്കെ കാണുമ്പോഴേ നല്ല രസമാണ്. ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്. ഇപ്പോൾ തളിപ്പറമ്പ് ടൗണിൻ്റെ ഒരു ഭാഗത്താണിത്. അപ്പോൾ ടൗണ് തളിപ്പറമ്പ് കഴിഞ്ഞിട്ട് പട്ടുവം പോകുന്ന റൂട്ടിലാണ് ഇത് പോകുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഈ വഴി വരണ്ട, വേറെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഏഴിലത്തോട്ട് വരാൻ പഴയങ്ങാടി കൂട്ടിയിട്ടൊക്കെ വരാവേ. പയ്യന്നൂർ ഭാഗത്ത് വരുന്നവർക്കും വേറെ വഴി വന്നാൽ മതി, ഇങ്ങനെ വരണ്ട. പരിയാരത്തു നിന്നൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഏഴിലം ഭാഗത്തേക്കുള്ള റൂട്ട് കിട്ടും, അല്ലെങ്കിൽ കുപ്പത്ത് വന്നിട്ടായാലും പോവാം. അപ്പം തളിപ്പറമ്പിൽ അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തളിപ്പറമ്പിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞേ, ഈ യാത്ര ഇങ്ങനെ പോയ കഥകളൊക്കെ തന്നെയാണ് ഇത് പറയുന്നത്. പ്രത്യേകിച്ച് തലയും പാലും ഇല്ലാത്ത, സാധാരണ എന്നും പറയുന്ന പോലെ തന്നെ എവിടെ തുടങ്ങി എവിടെ എൻഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ അറിയുന്ന വിധത്തിലൊക്കെ ഞാൻ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊരു ബൈക്കിൽ ലോങ് യാത്ര പോയത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. അത് ശരിക്കും ലോങ് യാത്ര എന്ന് പറയാൻ വെച്ചാൽ 100 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നതൊരു ഭയങ്കര ലോങ് യാത്രയായിരുന്നു. അത് വന്നത് ബാംഗ്ലൂർ കെങ്കേരിയിൽ നിന്നാണ്. കെങ്കേരിയിൽ നിന്ന് ശ്രീരംഗപട്ടണം വരെ, അത് മൈസൂർ എത്തിയില്ല, 100 കിലോമീറ്റർ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഭയങ്കര ലോങ് യാത്രയായിട്ടാണ് തോന്നിയത്. ആ യാത്ര പോയതൊരു TVS വിക്ടറിലായിരുന്നു. ഒരുപാട് വർഷമായി, എനിക്കൊന്ന് 10-12 വർഷമായിട്ടുണ്ടാവും. അന്ന് എനിക്ക് ബൈക്കൊന്നും ഓടിക്കാനൊന്നും അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിർത്തി ഞാൻ മടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ചായ കുടിച്ചു, നടുവേന എടുക്കുന്നു. പിന്നെ അന്ന് അറിയില്ല, ഗ്ലൗസ് ഇടേണ്ട കാര്യം അറിയില്ല. ഹെൽമെറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതും ഓപ്പണാണ്, ഹാഫ് ഫേസ് ഹെൽമെറ്റ് മാത്രമായിരുന്നു. പിന്നെ ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല, തണുപ്പായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് എങ്ങനെ സേഫ്റ്റിയോടുകൂടി ബൈക്ക് ഓടിക്കണമെന്നല്ല, ഷൂ പോലും ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് സ്ലിപ്പറൊക്കെ ഇട്ടിട്ടാണ് അന്ന് വണ്ടി ഓടിച്ചത്. അന്ന് അറിയില്ല ഇതിനെ പറ്റിയിട്ടൊന്നും. അന്ന് ഓടിച്ച് ബാംഗ്ലൂർ ഈ ബൈക്ക് മൈസൂർ കൊടുക്കാൻ വേണ്ടി പോയതാണ്.
അന്ന് ഞാൻ ചൊല്ലിട്ടു, ഇനി ഞാൻ മേലാൽ ബൈക്കിൽ ഇങ്ങനെ ഇത്രയും ദൂരം പോകില്ല, ബൈക്കേ ഓടിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചാണ്. പിന്നെ കുറേ കാലം ഞാൻ ബൈക്കൊന്നും ഓടിക്കില്ലായിരുന്നു. ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഹോണ്ട ആക്റ്റീവ അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കോവിഡ് കാലം വന്നപ്പോഴാണ് പിന്നെ ഞാൻ ബൈക്കിൽ കയറേണ്ടി വന്നത്. അതൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ വീണ്ടും ബൈക്കിൽ വർഷങ്ങൾക്ക് ശേഷം കയറി. കുറച്ച് ദൂരം ഞാൻ ബൈക്ക് ഗ്ലൗസ് ഇല്ലാണ്ട് ഓടിച്ചോട്ടെ. എനിക്ക് അത്ര വലിയ സുഖമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഈ വണ്ടി ഗ്ലൗസ് ഇല്ലാതെ അങ്ങനെ ഓടിച്ച് ശീലിച്ചില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ശീലമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മറന്നിട്ടും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഞാൻ അതിന് അധികം റിസ്ക് എടുക്കുന്നില്ല, ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ഓടിക്കുന്നുള്ളൂ. ഉച്ച വന്നിട്ടുണ്ട്, മീനൊക്കെ തേടി വന്നതായിരിക്കും. ഇവിടെ ഹൗസ് ബോട്ടിൻ്റെ റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പറയുന്നത് കുറ്റ്യേരി ബ്രിഡ്ജ്, കുപ്പം, മുതുകുട, ഏഴിലം അങ്ങനെയൊക്കെ പോയിട്ട് വെള്ളിക്കൽ എക്കോ ടൂറിസം, അങ്ങനെ ചെറുകുന്ന്, ഇതൊക്കെയാണ്. എന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, വിളിച്ചിട്ട് പോവാം. പിന്നെ എൻട്രൻസും കൂടെ എന്നിങ്ങനെയൊന്ന് നോക്കിയേക്കാം. എല്ലാ സ്ഥലങ്ങളും ചുറ്റും വെള്ളം, നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ തനിച്ചായിപ്പോയി, ഒരു കമ്പനിയും കൂടി ഉണ്ടായി, നല്ലായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഗേറ്റ്, ഏഴിലം ടൂറിസത്തിൻ്റെ ഗേറ്റ് ഇതാണ്. അപ്പോൾ ഇത് കടന്നാണ് നമ്മൾ വണ്ടി ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത സ്ഥലം ഏതാണെന്ന് പ്ലാൻ ചെയ്യട്ടെ. ഒന്ന് മാടായിപ്പാറ ആ ഏരിയയിലോട്ടൊന്ന് പോയാലും ഉണ്ടെന്നുണ്ട്. നോക്കട്ടെ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന്. ബോർഡുണ്ട്, വെൽക്കം ടു ഏഴിലം ടൂറിസം. ഇവിടെ ഒരിക്കൽ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ട്. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ 5 മണി വരെ എങ്ങാണ്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാം അടച്ചു, ഹൗസ് ബോട്ടുള്ള പോയിന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഇനി അടുത്ത ഷെഡ്യൂളിന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇവിടെ. എന്തായാലും ടിക്കറ്റ് കൗണ്ടർ, ഇതിനകത്ത് കിടക്കണമെങ്കിൽ 20 രൂപ ടിക്കറ്റ്. പിന്നെ ഹൗസ് ബോട്ടിൻ്റെ പൈസ എന്താണെങ്കിൽ സ്പീഡ് ബോട്ടിൻ്റെത്, പിന്നെ ബ്രിഡ്ജ് വാക്കിന് അങ്ങനെയൊക്കെയാണ് പൈസ വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ആരും ഇല്ല, അവരൊക്കെ പോയി തോന്നുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ വണ്ടി, പിന്നെ ആ മീൻ പിടിക്കാൻ വന്ന ചേട്ടൻ്റെ സ്കൂട്ടി ആയത്. വേറെ ആരുമില്ല. അതുകൊണ്ട് തിരിച്ചു പോവാണ്. ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ഇതിപ്പോൾ മനസ്സിലാകുന്നതേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത് നമ്മൾ അറിയുന്നില്ല. മുറ്റത്തെ പുല്ലേക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ പല ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളും വന്ന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നു. നമ്മളിതൊന്നും കാണാതെ ഇങ്ങനെ ഇരിക്കുന്നു. ഇനി അവിടെ ആ ഹോട്ടലിൽ പോയിട്ട് എല്ലാം കഴിക്കാൻ പറ്റുമോ നോക്കാം. അതാ അങ്ങ് കാണുന്നത്. ഇപ്പോൾ ഉള്ളത് ഏഴിലം ടൂറിസത്തിലാണ്. നമ്മളിത് അവിടെ ഒരു ബ്രിഡ്ജ് വാക്ക് ഉണ്ട്, അവിടെ പോകണമെന്ന് ഓർത്ത്, പക്ഷേ നടക്കുന്നില്ല. അവിടെ ആളില്ലാന്ന് തോന്നുന്നു. നമ്മുടെ ചേട്ടൻ അവിടെ മീൻ പിടിക്കുന്നുണ്ട്, കുറേ ആളുകൾ അവിടെ ഇവിടെയൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. ഭംഗിയുള്ള സ്ഥലം. ഹൗസ് ബോട്ട് പോയി ഞാൻ കണ്ടിരുന്നു, ഹൗസ് ബോട്ട് പോകുന്നത്. ഇത് വേറെ ചേട്ടൻ എന്താ അവിടെ നിന്ന് വരുന്നുണ്ട്, ഇങ്ങനെ തുഴഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, അത് അവിടെ നേരെ കാണുന്നത്. അവിടെ ഞാനൊരിക്കൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ല കരിമീനൊക്കെ കിട്ടിയിട്ട് ചോറൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ആ ബ്രിഡ്ജ് വാക്കിലൊന്ന് കയറാൻ പറ്റുമോ നോക്കാം. കയറിയാലും നടന്നിട്ട് അവിടെ പോവാം. ഇല്ല പിന്നെ ഇടയ്ക്ക് പോകലുണ്ടോ? ഇടയ്ക്ക് പോവോ? ഇനി വൈകുന്നേരം രാവിലെ മാത്രമേ പോകുള്ളൂ അല്ലേ? അതിൻ്റെ എവിടെയാ കൊടുക്കുക? ഓക്കെ ഏട്ടാ, ഞാൻ പോയേക്കുന്നേ. മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഞാൻ കോട്ടയം. ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് ചുമ്മാ വന്നാന്ന്. നമ്മളെ ചങ്ങായി ഉണ്ടായിരുന്നു, അപ്പൊ നാടെല്ലാം കണ്ട് നാടെല്ലാം കണ്ടിട്ട് പോയേക്കാൻ നോക്കും. ഓക്കെ. ചേട്ടനെ എന്നോട് സ്ഥലമെവിടെയാന്ന് ചോദിച്ചപ്പോ ഞാൻ കോട്ടയം എന്നാ പറഞ്ഞത്. എന്നറിയുന്നത് വിചാരിക്കൂലേ, സ്വന്തം നാടായിട്ട് ഇവിടുന്ന് തൊട്ടടുത്ത് 20 കിലോമീറ്റർ ഉള്ളു, ഇതൊന്നും കണ്ടിച്ചേ വിചാരിക്കില്ല. അതുകൊണ്ട് ഞാൻ കോട്ടയം എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ശരി എന്നാ ഞാൻ അടുത്ത സ്ഥലത്തോട്ട് കൊടുക്കാം. സാറേ, ഞങ്ങളുടെ ഫസ്റ്റ് ന്യൂ ഇയറാ. മരിക്കാൻ തീരുമാനിച്ച ആൾക്ക് എൻ്റെ കൂടെ പോരാൻ പേടിയാണ്. വാ. പോണ് സാറേ. ആര് വണ്ടി ഓടിക്കണമെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ. ഇടയ്ക്കൊരു വൈബിന് നമ്മുടെ ഡിക്യുന്റെ ചാർലി ഇരിക്കട്ടെ, അതുകൊണ്ടാണ് ഇടയ്ക്ക് സൗണ്ട് ലൈറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടാ. പ്രാവൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. നല്ല പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്, മീൻ ചാടുന്നുണ്ട്. പക്ഷെ അത് ക്യാമറയിൽ കിട്ടുന്നില്ല. മീൻ ചാടുന്ന കാണാം നമുക്ക് ഇടയ്ക്ക്. 2 ചെറിയ തോണികൾ, ഇതിനകത്തൊക്കെ അവർ ഈ ഫിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. മുകളിൽ പഴയങ്ങാടിക്ക് പോകുന്ന റൂട്ടാണ്.
അതിലെ വണ്ടി പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു എക്സിറ്റാണ് ഇങ്ങോട്ട്, ആ വഴിയിൽ ഇങ്ങോട്ട് റോഡ് വണ്ടി കയറിയിട്ട് വരുന്നത്. അപ്പം ഇതാണ് ആ സ്ഥലത്തിൻ്റെ ഒരു സ്കെച്ച്. ഇനി പോയി വിശ്രമിക്കാം. ഒരു മീൻ കടയുണ്ട്. ഈ ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ, പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ തരും. ഇവർ അവിടെ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ആളുകൾ കാണിച്ചു തരേ. വണ്ടി ഇതവിടെയുള്ള പുതിയ സ്ഥലമാണെന്ന് തോന്നുന്നു, മുതുകുട. പണ്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. എൻ്റെ നാട്ടിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ശരിക്കും വീട്ടിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ ദൂരെ ഇങ്ങോട്ടുള്ളൂ. പക്ഷെ ഇതുവരെ ഒന്നും ഇവിടെ വന്നിട്ടില്ല. നമ്മളിങ്ങനെ കറങ്ങി അടിച്ച് മുതുകുട ബോട്ടിച്ചട്ടിയിൽ വന്നിട്ടുണ്ട്. അതായത് പട്ടുവത്തിനടുത്ത സ്ഥലം, തളിപ്പറമ്പ് കണ്ണൂർ തളിപ്പറമ്പ് എന്ന് പറയാം അല്ലേ, അതാ കുറച്ചും കൂടെ നല്ലത്. കുറച്ച് ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് രാവിലെ 10 മണിയായി. ഇപ്പോൾ സൺഡേ ആണ്, ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇതാ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഈ കാറ്റൊക്കെ കൊണ്ട് ഒരു അരമണിക്കൂറിൽ ഇവിടെ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഇനി ഒരു അടിപൊളി സ്ഥലത്തോട്ട് ഞാൻ ബൈക്ക് ഓടിക്കാൻ പോകണം കേട്ടോ. നമ്മൾ ബൈക്ക് റൈഡേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതാ കണ്ടോ, ഈ സ്ഥലം കൂടെ ഞാൻ പറഞ്ഞുതരാം. തളിപ്പറമ്പിൽ നിന്ന് വെളിക്കൽ കഴിഞ്ഞിട്ട് ആ പട്ടും ആ റൂട്ടിലാണ്. അതൊരു ഈ ഏഴോമൊക്കെ പോകുന്ന വഴിക്ക് എവിടെയോ ആണിത്. രണ്ട് സൈഡും വയൽ, മുന്നിലിങ്ങനെ നോക്കിയാൽ നേരെയുള്ള റോഡ്, നീലാകാശം, പച്ചക്കടലും ഇല്ല, ചുവന്ന ഭൂമിയുമില്ല. പക്ഷേ വയലുണ്ട് അപ്പുറത്തും. കൃഷിയൊക്കെയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. എന്ത് ഭംഗിയാണ്. ഇവിടെ നിർത്താൻ തോന്നും, പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ നിർത്തിയില്ല. ഞാൻ കുറച്ച് നേരം എഴുന്നേറ്റൊക്കെ നിന്നിട്ട് ബൈക്ക് ഓടിച്ചു. ഒരു വല്ലാത്ത ഫീല് തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ബൈക്ക് ഓടിക്കാൻ. അത് ബൈക്ക് ഓടിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമ്മളെ കാറ്റും മഴയും ഒക്കെ കൊണ്ട് ആ പൊടിയൊക്കെ മുഖത്തടിച്ച് ചെളിയൊക്കെ മേത്ത് തെറിച്ചിട്ട് അങ്ങ് പോകുമ്പോൾ ഉണ്ടല്ലോ, അത് ഫീല് തന്നെയാണ്. ഇപ്പം ലഡാക്കിലൊന്നും പോകാൻ പറ്റാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. ഒരു പാലം വന്നില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു. അപ്പം എന്താ കിട്ടി, ഒരു പാലം. അപ്പം പിന്നെ പാലം ഒന്ന് ക്രോസ് ചെയ്യാം. നല്ല രസമുണ്ട് ഇതിലേക്ക് ബൈക്ക് ഓടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രണ്ട് സൈഡും നിങ്ങളുടെ പുഴയായിട്ട് കണ്ടൽക്കാടുകൾ ഒരുപാടുണ്ട് ഈ സ്ഥലത്ത്. കണ്ടൽക്കാടുകൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, അത് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം, ഒക്കെ മറന്നു പോയതാണേ, അത് കാര്യമാക്കണ്ട. പിന്നെ അവിടെ നിന്ന് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തോ ബണ്ട് കിട്ടിയ പോലെ ഉണ്ട്. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് പ്രവേശനമില്ല എന്ന്. അത് അവിടെ എന്തോ സംതിങ് ഉണ്ട്. അപ്പോൾ ഞാനവിടെ നിർത്തി നോക്കി. അപ്പോൾ ഒരു ചേട്ടൻ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് പോയി. മേ ബി ചെമ്മീൻ കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലേ. എന്തായാലും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്ഥലത്തോട്ട് പോവുകയാണേ. ഞാൻ ആദ്യം മാടായിപ്പാറയിലോട്ട് പോകാമെന്നാണ് ഓർത്തത്. പക്ഷെ പിന്നീട് ഞാൻ പോകാത്തൊരു സ്ഥലമുണ്ട് ഇവിടെ. വയലപ്ര പാർക്കാണോ വെളിയപ്ര പാർക്കാണോ, എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. അതവിടെ പോകുമ്പോൾ അറിയാം അതിൻ്റെ പേര് കറക്റ്റായിട്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണേ, പോയി നോക്കാം എന്താ കാഴ്ചയെന്ന്. പാർക്ക് വരുന്ന സ്ഥലം പറയാം. കണ്ണൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കണ്ണൂർ പഴയങ്ങാടി റൂട്ടിൽ, പയ്യന്നൂർ വരുന്ന റൂട്ടിൽ അവിടെ വരുമ്പം നമുക്കൊരു സ്ഥലം കിട്ടും. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്. അവിടെ നിന്നൊരു ലെഫ്റ്റിലോട്ടുണ്ട്. ആ ഒരു വഴിയാണ്. ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിയുമ്പം ആ റോഡ് അവസാനിക്കുന്നത് അവിടെയാണ്. അതല്ലെങ്കിൽ പയ്യന്നൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും ഈ ചെറുതാഴം വരണം, കണ്ണൂർ റൂട്ടിലോട്ട് വരണം. തളിപ്പറമ്പ് നിന്നാണെങ്കിൽ പരിയാരം കഴിഞ്ഞിട്ട് പിലാത്ര കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ദൂരം മുന്നോട്ട് വരുമ്പം അവിടെ റൈറ്റ് എടുത്തിട്ട് പോയാൽ മതി. പിന്നെയും കുറച്ച് വഴികളൊക്കെ ഉണ്ടാവും, അതെനിക്കറിയില്ല, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അപ്പം ഈ റൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താമെന്ന് ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോൾ ഉള്ളത് വയലപ്ര പാർക്കിലാണ്. ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ഞാൻ ഉള്ളത്. ഇത് നമ്മുടെ പയ്യന്നൂരിനടുത്താണ്, കണ്ണൂർ ജില്ലയിൽ തന്നെ. ഇതും എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പം കൊള്ളാം, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ ബോട്ടിങ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇതൊന്നും എന്തുകൊണ്ട് ഇത്രയും കാലം മിസ്സായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏതായാലും ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ എന്താ നോക്കാം. ഓ, എന്തൊരു ഭംഗിയുള്ള സ്ഥലം നോക്കിക്കേ. ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്താണ് ഞാൻ പണ്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്തത്. എന്തായാലും ഫാമിലിനെ ഒക്കെ കൊണ്ടുവരണം. ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഉണ്ടോ, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പോയി നോക്കാം എന്താ ഉള്ളതെന്ന്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഉച്ചയായിട്ടുണ്ട്. കാരണം ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ഫ്രീ കിട്ടി. അപ്പോൾ ആ ടൈം നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി, കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. അതൊക്കെ എനിക്ക് അത്ഭുതപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ കണ്ണൂർ ജില്ലയിലായിട്ടും ഇതുവരെ കണ്ണൂരിൽ വരാത്ത കുറച്ച് സ്ഥലങ്ങളുടെ കാഴ്ചകളാണ് ഇതിൽ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിൽക്കുന്നത് വയൽപ്പുറ പാർക്കിലാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒന്ന് എല്ലാം പറഞ്ഞിട്ട് 2-3 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ചെറിയ ബോട്ടിലാണ് ഞാൻ കയറി ഇരുന്നിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന ബോട്ടുകളാണ്. അപ്പം അവിടെ എനിക്ക് ചേച്ചി ഇതാ കരിമീൻ ജ്യൂസും കൊണ്ടു തരുന്നുണ്ട്. ഞാൻ കരിമീൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി പഴംപൊരി ആക്കി തരാന്നുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ഓക്കെ, ചേച്ചി ഇതാ പഴംപൊരി ആയിരിക്കും. ഞാൻ അങ്ങോട്ട് വരാം. അപ്പം ഞാനിതാ ഇങ്ങനെ ഈ വയൽപ്പുറ പാർക്കിൻ്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണെന്നൊക്കെ വെച്ചാൽ അവിടെ എവിടെ ബോട്ടിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ നമുക്ക് ബോട്ടിലേക്ക് കയറണം. അവിടെ ഇടയ്ക്ക് ഒരു ചായ കുടിച്ചു, ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചു. അവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. എല്ലാം ഭംഗിയുണ്ട് കേട്ടോ. ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്നാണ് തോന്നുന്നു എടുക്കുന്നത്. ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ഉണ്ട് പെഡൽ ബോട്ട് ഉണ്ട്, ചവിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പാട്ടൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇത് കേട്ടോ. എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര നന്നായിട്ടുണ്ട്. പെഡൽ ബോട്ട് കയറുന്ന സ്ഥലം കേട്ടോ. അവിടെ വേണമെങ്കിൽ ഒരാൾക്ക് പോകാൻ 2 പോക്കാം, 3 പേർക്ക് പോകാം, 4 പേർക്ക് പോകാം. ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഉണ്ടോ അവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന് എഴുതിയിട്ടുണ്ട്. ആരെങ്കിലൊക്കെ വലിച്ചെറിയുന്നുണ്ടാവും അല്ലേ, അതുകൊണ്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇതാണ് നമ്മുടെ പെഡൽ ബോട്ടിൻ്റെ പരിപാടികൾ. ഇവിടെ ഇങ്ങനെ തന്നെ പോവാം. നമുക്ക് തന്നെയും വേണമെങ്കിൽ പോവാം, ഒരാൾക്ക് തന്നെയായിട്ട് വേണമെങ്കിലും പോവാം. അങ്ങനെ ചെറിയ സ്ഥലം. ഞാൻ തന്നെ പോകുന്നില്ല, ഗ്രൂപ്പിൻ്റെ കൂടെ പോവാം. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ആക്റ്റീവ് ആകും തോന്നുന്നു. കുറേ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നോൺ വെജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഷവർമ്മ ഷവായി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സമയങ്ങളിൽ ചൂട് സമയത്തൊന്നും അങ്ങനെയൊന്നും കാണൂല. ഇതിൻ്റെ ഒരു ഭാഗത്ത് പയ്യന്നൂർ ഏഴിമലയിലേക്കൊക്കെ പോകാൻ പിന്നെ കിട്ടും. ഇപ്പുറത്ത് പഴയങ്ങാടി മാട്ടൂൽ ഏരിയയാണ്. അപ്പം അവിടെ അടുത്തൊരു പാർക്കുണ്ട്, കുറേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ ഞാൻ കയറാൻ പോകുന്ന ബോട്ടിൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ എന്തോ ആണ് പോകുന്നത്, കുട്ടികളുടെ കൂടെ എന്തോ ആണ്, ഒരു പാക്കേജാണ്. അപ്പോൾ അവരുടെ കൂടെയാണ് എനിക്ക് ടിക്കറ്റ് തന്നിരിക്കുന്നത്. എന്നോട് അതിനകത്ത് കയറിക്കോളാൻ പറഞ്ഞു. ഇവിടെ നാടൻ ഭക്ഷണശാലയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പാക്കേജായിട്ട് എടുത്തായിരിക്കും കുട്ടികൾ. അപ്പം ഞാനും അവരുടെ കൂടെ കയറും. കുട്ടികളുടെ കൂടെ ഞാനും എൻജോയ് ചെയ്യും. അവിടെ ഇത് വയൽപ്പാറ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വെള്ളം വരുന്ന സ്ഥലമുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആണ് ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് ഫോട്ടോയൊക്കെ എടുക്കട്ടെ. ഇവിടെ വെള്ളം വരുന്ന സ്ഥലം കണ്ടോ. മൊത്തം ഒന്നോ കൊയ്യോ ഒത്തിരി വെയിലാണ്, നോക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിൽ. ആറ് വിചാരിക്കും എനിക്ക് എന്ത് ചെയ്യും, നട്ടുച്ച വരാമെന്ന് വെയിലത്ത് വരാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ നമുക്ക് സമയം കിട്ടുള്ളൂ. ഇത് ഉച്ചവരെ സമയമുള്ളൂ. 2 മണിക്കുള്ളെല്ലാം പരിപാടി അവസാനിപ്പിക്കണം. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഇതാ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്കും പിള്ളേരെയൊക്കെ കൊണ്ടുവരാം. കാരണം ഞാൻ അവനെയൊക്കെ എവിടെ കൊണ്ടുപോകുന്ന ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് ഈ ആംബിയൻസ്. വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണിത്. ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ ഒരുപാട് താമസിച്ചു. അത് ആരുടെയും കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം കുഴപ്പം തന്നെയാണ്. എന്നാലും അടുത്ത ആഴ്ച കുട്ടികളെ കൊണ്ട് ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അതിനു മുന്നേ ഒന്ന് വന്ന് കണ്ടത് ഏതായാലും നന്നായി. ഏതായാലും സേഫ്റ്റി ഉറപ്പിച്ചു. കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം എല്ലാവർക്കും നല്ലതാണ്. പാരൻസിനായാലും വന്ന് കുറച്ച് നേരം ഇരിക്കാം, എൻജോയ് ചെയ്യാം, വർത്തമാനം പറയാം. കണ്ടൽക്കാടുകളുണ്ട് ഇവിടെ. അപ്പം മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ്. ഏതായാലും ഇനി ബോട്ട് കാത്തിരിക്കാം. ഞാൻ അകത്തോട്ട് കൂടുതൽ അകത്തോട്ടൊന്നും പോകുന്നില്ല. ഇനി ബോട്ട് വരുമ്പം ബോട്ടിൽ കയറി ഒന്ന് കറങ്ങി അടിച്ചിട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഇന്നത്തെ യാത്രകളും കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കറങ്ങി അടിച്ച് തിരിച്ചെത്തി. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ യാത്രകളൊക്കെ കഴിഞ്ഞു. തിരിച്ചുള്ള വീഡിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ബൈ. തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ. ക്യാമറ ആംഗിൾ എന്തോ സെറ്റ് കറക്റ്റ് ആയില്ല. ഒരു കൈ പൊങ്ങി ഒരു കൈ താന്നു ഇരിക്കുന്നത്. അത് ഒന്നാമത് ചെസ്റ്റ് മാൻഡിൽ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഹെൽമെറ്റിലാണ് കുറച്ചും കൂടെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഇതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട്. എന്തായാലും എനിക്കെപ്പോഴും ഹെൽമെറ്റിൽ വെക്കുന്നതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. പക്ഷേ ഇവിടെ അത് പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം ഞാനങ്ങനെ ചെയ്യുന്നില്ല. നിയമം നമ്മൾ ലംഘിച്ച് കളിക്കില്ല. അതുകൊണ്ട് ചെസ്റ്റ് ബാൻഡിൽ വെക്കാൻ അനുമതി ഉള്ളതുകൊണ്ട് ചെസ്റ്റ് ബാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ക്യാൻസറിൻ്റെ ക്യാമറയാണ്. അതൊരു ക്ലാരിറ്റി ഒന്നും ഉള്ളതൊന്നുമല്ല. വളരെ വില കുറഞ്ഞ 10,000 രൂപയിൽ താഴെ മാത്രമുള്ളൊരു ക്യാമറയാണ്. ഗോപ്രോയൊക്കെ വേണമെന്നുണ്ട്. അധികം താമസിക്കാതെ ഗോപ്രോയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊന്നും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്തതുകൊണ്ടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഗോപ്രോ വേണം, ക്യാൻറ്റിനി വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലാത്തതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ. ഇവിടെയൊക്കെ കുറേ ദൂരം ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല വഴികളാണ്. പണ്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന വഴിയായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ നല്ല വഴികളായി. അവിടെ ഇവിടെയൊക്കെ പാടങ്ങളുണ്ട്, കുറച്ച് വെള്ളങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ വഴികളുടെയൊക്കെ പ്രത്യേകത. പിന്നെ ഒരുപാട് കയറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ വളഞ്ഞ വഴികളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വണ്ടി ഓടിച്ചിട്ട് പോവാം. അപ്പോൾ ദൂര ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർക്കും കണ്ണൂരിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഉൾനാടുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതല്ലേ. കുറച്ച് ദൂരം കൂടെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബാറ്ററി റെഡ് സിഗ്നൽ കാണിച്ചു. ഇനി അധികം ദൂരം ഇതിനകത്ത് പിടിക്കാൻ പറ്റൂല. 2 ബാറ്ററി ഉണ്ടായിരുന്നുള്ളൂ. 2 ബാറ്ററി ഏതാണ്ട് 3/4 മണിക്കൂർ 1.5 മണിക്കൂർ റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ കുറേ എണ്ണം പിടിച്ചിട്ട് അതിനകത്ത് കുറച്ച് നല്ല വൃത്തിയുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് വീഡിയോ ആക്കുന്ന അങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ റൈഡിൻ്റെ പോർഷൻസ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഒരു 10 മിനിറ്റിൽ താഴെ ഉണ്ടാവുള്ളൂ. കുറച്ച് വീഡിയോസേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ ക്യാമറ ആംഗിൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അടുത്ത തവണ ഞാൻ എന്തായാലും ശ്രദ്ധിക്കും. ഇപ്പോൾ 2 തവണ ചെയ്തപ്പോഴും നൈറ്റ് ഡ്രൈവ് ചെയ്തപ്പോഴും തന്നെയായിരുന്നു ക്യാമറ ആംഗിൾ ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇനി ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ശ്രദ്ധിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്താണല്ലോ പഠിക്കുന്നത്. എക്സ്പീരിയൻസ് അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ വേറെ എന്താണ് പറയുന്നത്? ഇനി ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല. ചെറിയ കാഴ്ചകളൊക്കെ തന്നെയുള്ളൂ. കണ്ട് എല്ലാവർക്കും സുഖം നേരുന്നു. സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാം നന്മ വരട്ടെ. കുറേ നേരം വണ്ടി ഓടിച്ച് ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഒന്ന് കുറച്ച് തണൽ കിട്ടിയപ്പോൾ അവിടെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ്. വെള്ളമൊക്കെ കുടിച്ച് വെള്ളം ബാഗിലുണ്ടായിരുന്നുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ബ്രേക്കൊക്കെ എടുത്ത് ഇനി നല്ല പോകാമെന്ന് ഓർത്തു. ഇനി എനിക്കൊരു 30 കിലോമീറ്ററും കൂടെ എത്തിയാൽ എനിക്ക് എൻ്റെ സ്ഥലത്തെത്താൻ പറ്റും. അപ്പം നല്ല സ്ഥലം, നല്ല റോഡ്. ഇതൊക്കെ പണ്ട് പൊട്ടിപ്പൊളിച്ച് നടന്ന റോഡാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള റോഡ് ഒക്കെ വന്നു ഇവിടെ. അത് ഒരു ഭയങ്കര നന്നായിട്ടുണ്ട്. അടുത്ത 1 മണിക്കൂറിന് മുകളിലായി അത് ചൂടാണ്. എന്തായാലും നമ്മൾ ബ്രേക്ക് എടുക്കട്ടെ. ഇവിടെ മാവൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല മാവിൽ പൂത്ത നല്ല സ്ഥലം കേട്ടോ. ഒരു റോഡ് സൈഡിൽ ഞങ്ങളുടെ വാഴക്കൊലയൊക്കെ ഇങ്ങനെ റെഡിയായിട്ടുണ്ട്. അവിടെ ഞാനിങ്ങനെ നോക്കി നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ അവിടെയാണ് ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത്.
വണ്ടി ആകെ ചെളിയാണ്. അപ്പോൾ ഒന്ന് കഴുകണം എന്തായാലും.